ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുൻപ് ആ ഒരു മൊഡ്യൂളിൽ വരുന്ന SCERT ക്ലാസ് 7 ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 9. അപ്പോൾ ഈ അധ്യായങ്ങളെ വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സുജേഷ് സാറ് തയ്യാറാക്കിയ കുറച്ച് ഫാക്ട്സ് ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണെന്നാണ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? അപ്പോൾ നമുക്കറിയാം, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ വർഷം എല്ലാവർക്കും അറിയാം, 1919 അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വർഷം 1920 തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1920. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ 1920 തുടങ്ങി 1922 വരെ നീണ്ടുനിന്ന ഈ പ്രസ്ഥാനം നയിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ 1920 സ്റ്റാർട്ട് ചെയ്യുന്നു. 1922 ചൗരി ചൗര സംഭവത്തോടെ ആണ് എന്ത് ചെയ്യുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കട്ടയിലെ സമ്മേളനമാണ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം നടന്നത് കൽക്കട്ടയിലാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. അത് ഓർത്തു വയ്ക്കുക. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക സമ്മേളനം ഏതാണ്? നാഗ്പൂർ സമ്മേളനമാണ് 1920. 1920 കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് CR ദാസ് ആയിരുന്നു. 1920 കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് ആരായിരുന്നു? CR ദാസ് ആയിരുന്നു. CR ദാസ്. അപ്പോൾ ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനം 1920 തുടങ്ങി 1922 എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള വാർഷിക സമ്മേളനം ANC സമ്മേളനം ഏതായിരുന്നു ചോദിച്ചാൽ നാഗ്പൂർ സമ്മേളനമായിരുന്നു. എന്നാൽ പ്രത്യേക കോൺഗ്രസ് സമ്മേളനം അത് നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൽക്കട്ടയിലായിരുന്നു. ഇനി 1920 കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയത് ആരാണ്? CR ദാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആൻസർ WC ബാനർജി ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം, മാസം, ഡേറ്റ് ഇത് ഓർത്തു വയ്ക്കുക. 1885 ഡിസംബർ 28 INC രൂപീകൃതമാകുന്നത്. അപ്പോൾ രൂപീകരണ വേളയിൽ ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജിയും അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് AO ഹ്യൂമുമായിരുന്നു, അലൻ ഒക്ടേവിയൻ ഹ്യൂമുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷനായ WC ബാനർജി ജനിക്കുന്നത് 1844 ഡിസംബർ 29 കൽക്കട്ടയിലാണ്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലേക്ക് ആദ്യമായി മത്സരിച്ച ഇന്ത്യക്കാരനും WC ബാനർജി ആയിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഓർത്തു വയ്ക്കുക, ബ്രിട്ടീഷ് ഹൗസിൽ ഓഫ് കോമൺസിലേക്ക് ആദ്യമായി മത്സരിച്ച ഇന്ത്യക്കാരനും WC ബാനർജി ആയിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനെന്നോ ജനറൽ സെക്രട്ടറി, ഫസ്റ്റ് ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ ആരെഴുതണം? AO ഹ്യൂമ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ: കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ്? ഏത് വിദേശ ശക്തികളാണ്? പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് 1905 ഈ കോട്ട നിർമ്മിച്ചത്. അപ്പോൾ 1905 അൽമേഡ, 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിർമ്മിച്ച കോട്ടയാണ് സെന്റ് ആഞ്ചലോ കോട്ട. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ടയുടെ പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. 158 വർഷം ഈ പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചടക്കി. ചിലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചു. 1663 ഡച്ചുകാർ
പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട സ്വന്തമാക്കി. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. പിന്നീട് 1,00,000 രൂപയ്ക്ക് അറയ്ക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. 1790-ൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. തുടർന്ന് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമായി സെന്റ് ആഞ്ചലോ കോട്ട മാറി. 1790-ൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. തുടർന്ന് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമായി സെന്റ് ആഞ്ചലോ കോട്ട മാറി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യേക പാകിസ്ഥാൻ രാജ്യം വേണമെന്ന് മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയ വർഷം ഏതാണ്? പ്രത്യേക പാകിസ്ഥാൻ രാജ്യം വേണമെന്ന് മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയ വർഷം 1940 ഏതാണ്? 1940. മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906. ധാക്ക, ബംഗ്ലാദേശിലാണ് മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത്. 1906 മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത് ധാക്കയിലാണ്. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. മുസ്ലിം ലീഗ് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്തത് ആരാണ്? അഗാഖാനാണ്. മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തത് ആരാണ്? അഗാഖാനാണ്. ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി മുസ്ലിം ലീഗ് ആചരിച്ച വർഷമാണ് 1946 ഓഗസ്റ്റ് 16. ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി മുസ്ലിം ലീഗ് ആചരിച്ച വർഷം ഏതാണ്? 1946 ഓഗസ്റ്റ് 16. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്ന്? ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യ ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ലിൻ ലിത്കോ പ്രഭുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്കോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ഗാന്ധി വിശേഷിപ്പിച്ച ആരെയാണ്? അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയെയാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് ആരാണ്? INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. INA രൂപീകരിച്ച ആരാണ്? റാഷ് ബിഹാരി ബോസ്. INA ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആയിരുന്നു. INA ആദ്യ കമാൻഡർ ഇൻ ചീഫ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് INA നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നാണ്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് INA നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നാണ്. INA കരുത്തുറ്റ സംഘടനയായത് സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിലാണ്. INA പടയണി ഗാനമാണ് ഖദം ഖദം ബഡായേ ജാ. ഇതാണ് ഖദം ഖദം ബഡായേ ജാ. ഏത് പ്രസ്ഥാനത്തിന്റെ പടയണി ഗാനമാണെന്ന് ചോദിച്ചാൽ അത് INA പടയണി ഗാനമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ആൻസർ ദാദാഭായ് നവറോജി ആണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. AO ഹ്യൂമിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായ് നവറോജി. ഇദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണെന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. വസ്ത്രവ്യാപാരി, വിദ്യാഭ്യാസ വിചക്ഷണൻ, ബുദ്ധിജീവി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ദാദാഭായ് നവറോജി പാഴ്സി വംശജനായിരുന്നു. ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടൻ ചോർത്തിയെടുക്കുന്നതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. 1892 മുതൽ 1895 വരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ MP ആയിരുന്നു ദാദാഭായ് നവറോജി. അപ്പൊ ദാദാഭായ് നവറോജി 1892 മുതൽ 1895 വരെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ MP ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ദാദാഭായ് നവറോജി. അപ്പൊ ദാദാഭായ് നവറോജിയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓർത്തു വയ്ക്കണം. PSC ഒരുപാട് ചോദിക്കുന്നതാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ. അടുത്തത്, പൂനെ കരാർ ഒപ്പുവെച്ച വർഷം ഏതാണെന്നാണ്. പൂനെ കരാർ ഒപ്പുവെച്ച വർഷം 1932 ആണ്. 1932 പൂനെ കരാർ ഒപ്പുവെക്കുന്നത്.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അയിത്ത ജാതിക്കാരുടെ നിയമസഭാ പ്രാതിനിധ്യം സംബന്ധിച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ തയ്യാറാക്കിയ ഒത്തുതീർപ്പാണ് പൂനെ പാക്ട് അഥവാ പൂനെ കരാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അയിത്ത ജാതിക്കാരുടെ നിയമസഭാ പ്രാതിനിധ്യം സംബന്ധിച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ തയ്യാറാക്കിയ ഒത്തുതീർപ്പാണ് പൂനെ കരാർ എന്ന് പറയുന്നത്. അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്കായി വാദിച്ച ഡോക്ടർ BR അംബേദ്കറും അതിനെ എതിർത്ത മഹാത്മാഗാന്ധിയും തമ്മിലായിരുന്നു പ്രധാന തർക്കം. അപ്പോൾ ശരിക്കും പൂനെ കരാർ ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിലാണ്. അപ്പോൾ അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടി വാദിച്ച ഡോക്ടർ BR അംബേദ്കറും അതിനെ എതിർത്ത മഹാത്മാഗാന്ധിയും തമ്മിലായിരുന്നു പ്രധാനമായി തർക്കം. അയിത്ത ജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും പ്രതിനിധികളും എന്നത് അംബേദ്കർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതാണ് ഒത്തുതീർപ്പ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഈ കാലത്താണ്. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം 1930, രണ്ടാം വട്ടമേശ സമ്മേളനം 1931, മൂന്നാം വട്ടമേശ സമ്മേളനം 1932. അടുത്തത് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ 1917 മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹം നടത്തുന്നത്. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകാൻ കാരണമായ സമരവും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകാൻ കാരണമായ സമരവും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവാണ് രാജ്കുമാർ ശുക്ല. നേതാവാരാണ്? രാജ്കുമാർ ശുക്ല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇനി കുറച്ച് ഗാന്ധിമാർ പരിചയപ്പെടാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡൽഹി ഗാന്ധി CK കൃഷ്ണൻ നായർ. ആധുനിക ഗാന്ധി ബാബ ആംതെ. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. ഒന്നുകൂടി പറയാം. കേരള ഗാന്ധി K കേളപ്പൻ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡൽഹി ഗാന്ധി CK കൃഷ്ണൻ നായർ. ആധുനിക ഗാന്ധി ബാബ ആംതെ. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. ആരാണ് സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരു? ആൻസർ ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആണ്. അപ്പോൾ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. സ്വാമി വിവേകാനന്ദൻ ആദ്യം ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷമാണ് 1881. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷമാണ് 1881. വേദാന്ത ചിന്തയുടെ ആത്മീയ നേതാവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നിവ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ ആണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനായിരുന്നു. അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യ നിരാഹാര സമരം നടന്ന വർഷം ഏതാണ്? 1918. നമ്മൾ ചമ്പാരൻ പഠിച്ചു 1917. അപ്പോൾ ആദ്യത്തെ നിരാഹാര സമരം 1918. അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം. അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം. 1918 തന്നെ ഖേദ സത്യാഗ്രഹവും ഗാന്ധിജി നടത്തി. 1918 തന്നെ ഖേദ സത്യാഗ്രഹവും അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സമരവും. 1917 ഗാന്ധിജിയെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത്. അടുത്തത് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് മഹാത്മാ ഗാന്ധിയാണ്. മുസ്ലിം വിഭാഗത്തിന്റെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ ഖലീഫ ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് 1919 ഇന്ത്യയിൽ രൂപം നൽകിയ സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ മുഹമ്മദ് അലി,
ഷൗക്കത്ത് അലി, പിന്നെ അബുൽ കലാം ആസാദ്, ഇവരായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ. ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടത്തിയത് ഡൽഹിയിലാണ്. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം വാർധയിലാണ്. ഗാന്ധിജി ദണ്ഡി യാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചത്? ആൻസർ സബർമതി മഠത്തിൽ നിന്നാണ്, ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത്. ദണ്ഡി യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-നാണ്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചത് 78 പേരാണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ചു വയ്ക്കുക, നമ്പേഴ്സ് ഒക്കെ പഠിക്കുക. 78 പേരായിരുന്നു ഗാന്ധിജിയെ ദണ്ഡി യാത്രയിൽ അനുഗമിച്ചത്. 1930 മാർച്ച് 12-നായിരുന്നു ദണ്ഡി യാത്ര ആരംഭിച്ചത്. 384 കിലോമീറ്റർ അഥവാ 240 മൈലായിരുന്നു ദണ്ഡി യാത്ര. 1930 ഏപ്രിൽ 5-നാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. 1930 മാർച്ച് 12-ന് ആരംഭിക്കുന്നു. 1930 ഏപ്രിൽ 5-ന് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തുന്നു. 1930 ഏപ്രിൽ 6-ന് രാവിലെ 6:30-ന് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചു. 1930 ഏപ്രിൽ 6-ന് രാവിലെ 6:30-ന് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. SCERT ക്ലാസ് 7 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് മുമ്പിട്ട് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ കാണുക. അപ്പോൾ ഒരു റിവിഷൻ ആവും. അപ്പോൾ എല്ലാവർക്കും ഭംഗിയായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.